ഒരുത്തനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മടൽ സാധനം എടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഇത്രയും ബഗ്ഗും ഇത്രയും പ്രശ്നങ്ങളും ഉള്ള, അതായത് കസ്റ്റമർ അനുഭവിച്ച് വണ്ടി ഓടിക്കണമെന്ന് പറയുന്ന ഒരു കമ്പനി കേരളം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ടാറ്റ മാത്രമേ ഉള്ളൂ. പൈസ 10-20 കൂടുതൽ കൊടുത്താൽ ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. അല്ലാതെ റോഡിൽ കിടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 20 ലക്ഷം മുടക്കണമെന്ന് തീരെ താല്പര്യമില്ല. EV വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. അതിനകത്ത് ടാറ്റ നെക്സൺ യൂസ് ചെയ്യുന്നവരുടെ ബാറ്ററി മാറ്റി വെച്ചവർ ഒരു പ്രാവശ്യം മാറ്റി വെച്ച് തന്നെ 68 പേരുണ്ട്. പിന്നെ 2 പ്രാവശ്യം മാറ്റി വെച്ചിട്ട് 8 പേരുണ്ട്. 3 പ്രാവശ്യം മാറ്റി വെച്ചിട്ട് 3 പേര്. മെയിൻ റോഡിൽ വെച്ച് എന്തോ ഭാഗ്യത്തിന് ഞാൻ സെൻട്രൽ ഹൈവേയിൽ വെച്ച് വണ്ടി ഇങ്ങനെ ഓഫ് ആയിട്ടുണ്ട്. വണ്ടി പെട്ടെന്ന് ഒറ്റയടിക്ക് ന്യൂട്രാവും. ഇനി ഇത് ഗിയർ മാറിയേ ഇതല്ലേ, ഗിയർ മാറാൻ പറ്റൂല. കണ്ടോ, ഇവന്മാരാണ് ഈ റെഡിയാക്കിക്കൊണ്ട് വന്നതെന്ന് പറയാം. എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു MG യൂസറിനെ ഞാൻ ചാർജ് ചെയ്യാൻ പോയ വഴിക്ക് പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ 0% ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാഹനം ഒരു 15 കിലോമീറ്റർ കൂടെ എക്സ്ട്രാ ഓടുമെന്നാണ് പറയുന്നത്. 0% ആയി കഴിഞ്ഞാൽ നമുക്ക് 25% താഴെ ഓടാനേ പറ്റില്ല. അതാണ് അവസ്ഥ. ഇതില് വളരെ വിഷമമുണ്ട്. ഇതില് ഒരു എമർജൻസി സിറ്റുവേഷനിൽ പോലും 15% അല്ലെ 0-ൽ പോലും 15% കൂടുതൽ ഓടാൻ കൊടുക്കുന്ന വണ്ടി ഇറങ്ങുന്ന സമയത്ത് 25% സ്റ്റോർ ചെയ്ത്, അതായത് 50-100 കിലോമീറ്റർ 50 കിലോമീറ്റർ എങ്കിലും ആവറേജ് ഓടാൻ പറ്റുന്ന മൈലേജ് നമ്മൾ ഇതിനകത്ത് വെക്കണം എന്ന് പറയുന്നത് എന്ത് അവസ്ഥയാണ്. 2 പ്രാവശ്യം ഇതേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് വലിയ വിഷയമല്ല. ഒരു പ്രാവശ്യം 40-ൽ നിന്ന് പെട്ടെന്ന് 20-ലേക്ക് കൂപ്പ് കുത്തി ചാർജ്. ഒരു പ്രാവശ്യം 22-ൽ നിന്ന് 3-ലേക്ക് കൂപ്പ് കുത്തി. ഒറ്റയടിക്ക് 22% 3-ലേക്ക്. അത് ഏതോ ഒരു ഭാഗത്തിനെ വണ്ടി ഓടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ചാർജ് കണക്ട് ചെയ്തിട്ട് ഒരു സർവീസ് സെന്ററിൽ വിളിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞ് വീഡിയോ എടുത്ത് വെച്ചേക്കാനാണ് പറഞ്ഞത്. പിന്നെ അത് ഉണ്ടായിട്ട് 2 മാസം കഴിഞ്ഞു. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൂടലാണ്. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിൽ വരാൻ കാരണം, ഞാൻ യൂസ് ചെയ്തിരുന്ന വാഹനം ടാറ്റ നെക്സൺ പെട്രോൾ ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ റെക്കമെൻഡേഷൻ മൂലം ഞാൻ ടാറ്റ നെക്സൺ EV എടുത്തു. എന്നെ റെക്കമെൻഡ് ചെയ്ത ആൾക്ക് ഇപ്പോൾ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ആ പണി അയാൾക്ക് മാത്രമല്ല, ഇവിടെ നിരവധി ടാറ്റ യൂസേഴ്സിനുള്ള പണിയാണ്. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന വിശ്വാസത്തോടെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ യൂട്യൂബ് തുറന്നു നോക്കിയാൽ നമുക്ക് കാണാം ടാറ്റ നെക്സൺ, ടാറ്റ EV എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ടാറ്റയെ കുറിച്ചുള്ള, നമ്മുടെ നെക്സനെ കുറിച്ചുള്ള നിരവധി വീഡിയോസ് കാണാം. എല്ലാം പോസിറ്റീവ് റിവ്യൂസ് ആണ്. ഒരാൾ പോലും ഈ ബാറ്ററിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ നെക്സന്റെ EV ഗ്രൂപ്പ് ഉണ്ട്. EV ഗ്രൂപ്പിലാണെങ്കിൽ നിരവധി പേർക്ക് ബാറ്ററി കംപ്ലൈന്റും കൂടെ ബാറ്ററി മാറ്റി വെക്കുന്ന പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് റിസ്കിലാണ് നമ്മൾ ഈ വാഹനം എടുക്കുക എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ നമുക്ക് സംസാരിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. ഏകദേശം 21 ലക്ഷം, ഇപ്പോൾ ഏകദേശം 16 ലക്ഷം മുടക്കിയാണ് അംജിത്ത് ഈ വാഹനം എടുത്തത്. ഞാൻ ഏകദേശം 21 ലക്ഷം രൂപ മുടക്കിയാണ് വാഹനം എടുത്തത്. ഇതിന്റെ ബേസ് മോഡലിന് ഈ വണ്ടിക്ക് 15 ലക്ഷം രൂപയാണ്. ഇതിന്റെ പെട്രോൾ വണ്ടിക്ക് മുന്നേ ബിനീഷ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിക്ക് 10 ലക്ഷം രൂപ താഴെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 5-6 ലക്ഷം രൂപ ഈ വണ്ടിക്ക് കൂടുതലാണ്. 20 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് സത്യത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. 2 വണ്ടി എടുക്കാൻ നെക്സോണിന്റെ അത്രയും വില കൊടുത്തിട്ടാണ് വണ്ടി എടുക്കുന്നത് നമ്മള്. അപ്പോൾ പക്ഷേ നാളെ ആ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മളിത് റെഗുലർ ഓട്ടോ ഉള്ള ആൾക്കാരാണ് EV എടുക്കുന്നത്. അല്ലെങ്കിൽ അപ്പൊ സാധാരണക്കാരങ്ങനെ ഇലക്ട്രിക് കാർ അങ്ങനെ എടുക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പൊ 10 മാസം കൊണ്ട് തന്നെ എന്റെ വാഹനം 49,235 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതായത് സാധാരണ പെട്രോൾ വാഹനമാണെങ്കിൽ എത്ര ലക്ഷം രൂപ നമ്മൾ മുടക്കേണ്ടി വരും? ഏകദേശം 3 ലക്ഷം രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വരും. അത് ശരിയാണ്. അപ്പോൾ ആ രീതിയിലെല്ലാം ലാഭമാണെങ്കിലും ഇതുപോലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു ടോയ് കാർ പോലെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയായി മാറി. 7-8 മാസമായിട്ട് ഈ വണ്ടി 90% ദിവസങ്ങളും റോഡിൽ തന്നെയാണ്. അതായത് വണ്ടി നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാൻ. ഇപ്പം അതിന് മുന്നേ ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പല വീഡിയോയിലും മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഈ വണ്ടിക്ക് അല്ലെങ്കിൽ ഈ വണ്ടി കൊണ്ട് എനിക്ക് അന്ന് വലിയ കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. അന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പലരും വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അന്ന് നല്ലതെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്താ ഇപ്പം നല്ലത്? ഇപ്പോഴും ഞാൻ വണ്ടി എനിക്ക് ലാഭം തന്നെയാണ്. അല്ലെങ്കിൽ എൻ്റെ പെട്രോൾ കാറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, എൻ്റെ ഓട്ടത്തിന് വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി എനിക്ക് ലാഭം തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ഈ കംപ്ലൈൻറ്റുകളൊന്നും, ടാറ്റയുടെ സർവീസ് പ്രശ്നങ്ങളിലാണ് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് വണ്ടിക്കുണ്ട്. അതായത് BYD-യിലോ അല്ലെങ്കിൽ MG-യിലോ ഈ വണ്ടിയിലോ ഒന്നും ഇല്ലാത്തൊരു വിഷയം എന്ന് പറയുന്നത്, ഈ വണ്ടി നമുക്ക് 100% ചാർജ് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർ പറയുന്നതാണ്. ഇപ്പം ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്. 20% താക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് പോട്ടെ, അതവിടെ മാറി നോട്ടെ. കംപ്ലൈന്റ് വരുന്ന വണ്ടികൾക്ക് 10% താഴെ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നുള്ളത്. 90% സത്യം വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. മെയിൻ റോഡിൽ വെച്ച് എന്തോ ഭാഗ്യത്തിന് ഞാൻ സെൻട്രൽ ഹൈവേയിൽ വെച്ച് വണ്ടി ഇങ്ങനെ ഓഫ് ആയിട്ടുണ്ട്. വണ്ടി പെട്ടെന്ന് ഒറ്റയടിക്ക് ന്യൂട്രാവും. ഇനി ഇത് ഗിയർ മാറിയേ ഇതല്ലേ, ഗിയർ മാറാൻ പറ്റൂല. കണ്ടോ, ഇവന്മാരാണ് ഈ റെഡിയാക്കിക്കൊണ്ട് വന്നതെന്ന് പറയാം. 8ഓളം തവണ
വഴിയിലൊക്കെ കടത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് നമ്മുടെ ഇതുപോലെ ചാർജ് തീർന്ന അവസ്ഥ അങ്ങനെയാണോ? വഴി കിടന്ന ഇപ്പൊ ഈ വണ്ടി 10-15% താഴേക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല. ചാർജ് വണ്ടി ഓടില്ല, ന്യൂട്രായി പോകണം. അതാണ് നമ്മുടെ വണ്ടിയുടെ കംപ്ലൈന്റ്. നമ്മൾ സത്യത്തിൽ ഈ 8 തവണയോളം ഈ 6-7 മാസം കൊണ്ട് ഇത് പിക്കപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഇവര് റോഡ് അസിസ്റ്റന്റിൽ വിളിച്ചിട്ട് ഇവർ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. സത്യത്തിൽ 8 തവണ അല്ല നമ്മൾ വഴി കിടക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായത്. ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നം നമ്മൾ പല വീടുകളിലും പോയി ചാർജ് ചെയ്തിട്ടൊക്കെയാണ് വണ്ടി വീട്ടിൽ കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ കേബിളുണ്ട്, നമ്മളിപ്പോൾ ഒരു 10-30 മീറ്ററോളം കേബിൾ, വലിയ പവർ കേബിൾ ആഡ് ചെയ്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാര്യം എപ്പോഴാണ് വിഷയം വരുന്നത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പല സിറ്റുവേഷനിൽ നമ്മൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പല വീട്ടുകാരും കനിഞ്ഞുകൊണ്ട് നമ്മൾ ചാർജ് ചെയ്ത് അങ്ങനെ വന്നിട്ടുണ്ട്. ടാറ്റ നെക്സൺ EV ഉപയോഗിക്കുന്നവരൊക്കെയാണ് 25-ൽ റെഡ് സിഗ്നൽ കാണിക്കുമ്പോൾ അപ്പോൾ വണ്ടി ഒതുക്കി ചാർജ് ചെയ്യാൻ നിൽക്കുന്നവർ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഒരിക്കലും നിങ്ങളുടെ വാഹനം ഒരു 15-ൽ താഴെ ഒന്ന് ഓടിച്ചു നോക്കണം. അപ്പൊ ഇങ്ങനെ കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ടാവും. അല്ല, അത് ഞാൻ പറയുന്നത് ഇപ്പൊ ഇവര് പറയുന്ന ഒരു 20 to 100 എപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ചാർജിങ് സർക്കിൾ അല്ലെങ്കിൽ അല്ല, അതിന് ഞാൻ തെറ്റ് പറയുന്നില്ല. നമുക്ക് എപ്പോഴും ഞാൻ പറയുന്ന എല്ലാ സമയത്തും നമുക്കിത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മളൊരു റെഗുലറായിട്ട് ലോങ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. പലരും ഈ 20% എത്തിയിട്ടാണ് പലരും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് സത്യത്തിൽ നമുക്കൊരു ഇപ്പം ഈ വണ്ടിക്ക് മൈലേജ് എന്ന് പറയുന്നത് ഒരു 200 കിട്ടുമെന്ന് കൂട്ടി 200 കിട്ടില്ല. എങ്ങനെയൊക്കെ ഓടിച്ചാലും ഒരു 180 നമുക്ക് ഈ വണ്ടിക്ക് മൈലേജ് കിട്ടുന്നുള്ളൂ. അപ്പം ഈ 20% കട്ടാകുമ്പോൾ ഇതിന് എന്തോ മൈലേജ് കിട്ടും. എത്ര ഒരു എറണാകുളം പോകാൻ പറ്റുമോ? ഇവിടുന്ന് 150 കിലോമീറ്റർ ഓടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ചില സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷൻ വർക്കാവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഓടേണ്ട ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ വേറെ വണ്ടിയുണ്ട് വർക്കാവാത്ത സിറ്റുവേഷൻ, എനിക്ക് ചിലപ്പോൾ 10-20 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും ഒരു ചാർജിങ് സ്റ്റേഷൻ വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ വീട് ചിലപ്പോൾ അത്രയും ദൂരമായിരിക്കും. അപ്പോൾ എനിക്കിത് അവിടെ എത്തിയേ പറ്റുമോ, വേറെ ഓപ്ഷൻ ഇല്ല. എനിക്ക് എപ്പോഴും റോഡ് അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് എനിക്ക് വണ്ടി കയറി പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ 20 എന്ന് പറയുന്ന ചാർജിങ് ലെവലിൽ നിന്ന് വണ്ടി താഴേക്ക് വരേണ്ട പല സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആണ് നമുക്ക് ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നത്. 90% ആൾക്കാർക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇത്രയൊക്കെ ഓടുന്ന വണ്ടി നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഞാൻ പറയുന്നത് എല്ലാ കാറുകൾക്കൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. ടാറ്റ ഇറക്കിയിട്ടുള്ള നെക്സോൺ EV എനിക്ക് ഒരു 100-120 പേരോളം പരിചയക്കാരുണ്ട്. അതിലൊരു 50% ആൾക്കാരും ഈ സെയിം ഇഷ്യൂ, മൈലേജ് ഇഷ്യൂ, ബഗ് ഇതെല്ലാം ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. അംജിത്ത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഒരു MG യൂസറിനെ ഞാൻ ചാർജ് ചെയ്യാൻ പോയ വഴിക്ക് പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ 0% ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാഹനം ഒരു 15 കിലോമീറ്റർ കൂടെ എക്സ്ട്രാ ഓടുമെന്നാണ് പറയുന്നത്. നമുക്ക് 25% താഴെ ഓടാനേ പറ്റില്ല. അതാണ് അവസ്ഥ. ഇതില് വളരെ വിഷമമുണ്ട്. ഇതില് ഒരു 20 ലക്ഷം രൂപ മുടങ്ങിയപ്പോ ഒരു 10 ലക്ഷം കൂടെ മുടങ്ങി ആ MG എടുത്താൽ മതിയായിരുന്നു. കാര്യം അതായത് ഇത്രയും പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. ഇപ്പൊ പുതിയ വണ്ടി ഇറങ്ങി, അല്ലെങ്കിൽ അതിലൊക്കെ ഇത്രയും അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഓക്കെ, നമ്മളിപ്പം ഞാൻ വണ്ടി എടുക്കുന്ന 3 കൊല്ലത്തോളമായി വണ്ടി എടുത്തിട്ട്. ശരി, അന്ന് നമ്മളൊരു പുതിയൊരു ടെക്നോളജി പരിചയപ്പെടുന്ന സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ എടുത്ത സമയത്ത് വണ്ടികളില്ല. അന്ന് നെക്സോൺ ആദ്യമായിട്ട് ടാറ്റ ഇറക്കിയ മോഡലാണിത്. വേറെ വണ്ടികൾ അങ്ങനെ വലിയതായിട്ട് MG ഒക്കെ അത്രയും നമ്മുടെ റേഞ്ച് കൂടുതലായതുകൊണ്ട് നമുക്കതൊന്നും അന്നത്തെ സമയത്ത് അത് നോക്കാൻ പറ്റിയില്ല. അപ്പം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്കൊരു വണ്ടി കിട്ടുന്ന സമയത്ത് അന്നൊരു പുതിയ ടെക്നോളജി അല്ല, ഇലക്ട്രിക്കിലേക്ക് നമ്മൾ കുറേ പെട്രോൾ കാർ ഇത്രയും കാലം ഓടിച്ച് ഇലക്ട്രിക്കിലേക്ക് നമ്മൾ മാറുന്ന സിറ്റുവേഷനാണ് അന്നത്തെ സമയം. ആ സമയത്ത് ശരി അംഗീകരിക്കാം. അന്നും നമ്മൾ പല ഓണേഴ്സും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മളൊക്കെ പൈനിയേഴ്സാണ്, നമ്മളിലൂടെയാണ് ഇനി ടാറ്റ ഇതൊക്കെ പഠിച്ചിട്ട് അപ്ഡേറ്റ് ഓരോ സാധനങ്ങൾ കൊണ്ടുവരാൻ പോണേ. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഡ്രൈവ്, അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡേറ്റ ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും അവർക്ക്. അപ്പോൾ ആ രീതിയിൽ അന്ന് ഓക്കെ ആയിരുന്നു നമുക്ക്. പക്ഷേ ഇത്രയും കൊല്ലം കഴിഞ്ഞ് അത്രയും ടെക്നോളജി ഉള്ള വണ്ടികൾ ഇവിടെ ഇറങ്ങിയിട്ട് പോലും ഇന്നും ഇവന്മാർ ഈ പട്ടിക്കാട്ടം വണ്ടിയും അതേ മണ്ടൻ ടെക്നോളജിയും അതേ ദുരന്തം സോഫ്റ്റ്വെയർസും അതേ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും വണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വില കൂടുന്നതല്ലാതെ ഈ 10% ഏത് വണ്ടിയാണ് ഓടിക്കാതിരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ 25% ഏത് വണ്ടിക്കാണ് ഇന്നത്തെ ഈ 2024 ഇവിടെ ഇറങ്ങുന്ന ഏത് വണ്ടിക്കാണ് ഒരു 20% താഴെ വണ്ടി ഇതിനകത്ത് ഇട്ടണമെന്ന് പറഞ്ഞോട്ടെ, ചാർജ് ചെയ്തോട്ടെ, സർക്കിളൊക്കെ ഓക്കെ. എമർജൻസി സിറ്റുവേഷനിൽ പോലും 15% അല്ലെ 0-ൽ പോലും 15% കൂടുതൽ ഓടാൻ കൊടുക്കുന്ന വണ്ടി ഇറങ്ങുന്ന സമയത്ത് 25% സ്റ്റോർ ചെയ്ത്, അതായത് 50 കിലോമീറ്റർ എങ്കിലും ആവറേജ് ഓടാൻ പറ്റുന്ന മൈലേജ് നമ്മൾ ഇതിനകത്ത് വെക്കണമെന്ന് പറയുന്നത് എന്ത് അവസ്ഥയാണ്. കാർ വിപണിയിൽ തന്നെ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്ന ടാറ്റ ഒന്നാം സ്ഥാനത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ EV യൂസേഴ്സിലിട്ട് നിങ്ങൾ ഈ കരുതുന്ന ഈ കൊട്ടുണ്ടല്ലോ, അത് മിക്കവാറും നിങ്ങളെ താഴത്ത് മാത്രമേ ഉള്ളൂ. ഇത് എല്ലാ പ്രമുഖ സർവീസ് ഡീലേഴ്സും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഒന്നുപോലും ശരിയല്ല. അതുകൊണ്ട് ഒരുത്തിന്റെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഈ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. സത്യത്തിൽ ഇതിന് ഫസ്റ്റ് ഇഷ്യൂ വരുന്നത് അന്ന് നമുക്കറിയില്ലായിരുന്നു. 13,500-13,700 കിലോമീറ്റർ വരുന്ന സമയത്ത് ഈ സെയിം പ്രശ്നം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അന്ന് നമ്മളിത് ഇവരുടെ അടുത്ത് സംസാരിച്ചപ്പം ഇവർക്ക് വേറെ എന്തൊക്കെയോ കംപ്ലൈന്റ് ആണെന്നാണ്, മഴ പെയ്തുകൊണ്ടാണെന്നാണ് എന്നോട് ആദ്യം ഒന്ന് പറഞ്ഞത്.
അപ്പം നമുക്കും ഇത് അറിയില്ല, ഇത് ബാറ്ററിയുടെ പ്രശ്നം കൊണ്ടാണ് വരുന്നത്, അല്ലെ ബാറ്ററിയുടെ ഇഷ്യൂസ് കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എറേഴ്സ് കാണിക്കുന്നത് നമുക്കും അന്ന് അറിയില്ലല്ലോ. കാര്യം നമ്മൾ വണ്ടി എടുത്ത സമയം. അപ്പോൾ അന്ന് ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നം അവർ പരിഹരിച്ചു എന്ന് പറഞ്ഞ് വണ്ടി നമുക്ക് തന്നു, റിട്ടേൺ നമ്മുടെ കയ്യിൽ തന്നു. അതിനുശേഷം ഒരു 70,000-75,000 കിലോമീറ്റർ ആയ സമയത്താണ് നമ്മൾ കൂടുതൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ 20-അധികം താക്കാറില്ല വണ്ടി. നമ്മൾ അങ്ങനെ ഓടിക്കുന്നത് 20% താഴെ ഓടിക്കാറില്ല. നമ്മളും ആ ഒരു റേഞ്ച് വെച്ചിട്ടാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഈ ഒരു 20% ഇപ്പം നമ്മളൊരു ആഴ്ച 2-3 ദിവസമൊക്കെ ചിലപ്പോൾ 20% താഴെ താക്കേണ്ട സിറ്റുവേഷൻ വരുന്നു തുടങ്ങി. ലോങ് ഓടുന്ന സമയത്ത് മൈലേജും വളരെ ഇതായിട്ട് കമ്മിയായ സമയത്ത് നമുക്ക് ചാർജ് എടുത്തേ മതിയാവും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഓടേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമുക്ക് ഈ ലിമ്മൂഡിലേക്ക് വരുന്നത്. ഓൾറെഡി 10% ഇത് വരുമല്ലോ, ഒരു സ്ലോ ആവുക, AC കട്ടാവുക. അതല്ലാണ്ട് വണ്ടി ന്യൂട്രായി പോവുക. ഇതൊരു 70,000 കിലോമീറ്റർ മുതൽ ഈ ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. യുവന്മാരുടെ അടുത്ത് സർവീസിന് കൊണ്ടുപോകുന്നുണ്ട്, ഇത് ചെയ്തു തരും, കൊണ്ടുപോകുന്നു, തിരിച്ച് റെഡിയാക്കി തരിക. വണ്ടി ഇവർ ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു അവസ്ഥയാണ്. അത് ഓരോ തവണ ഈ ബാറ്ററി കംപ്ലൈന്റ് മൂലം വഴി കിടക്കുമ്പോഴും സർവീസ് സെന്ററിൽ കൊണ്ടുപോകല്ലോ, അവരെന്താ ചെയ്യുന്നത്? അവിടെ ഇവർ ഈ പ്രശ്നമായിട്ട് കടന്നിട്ട് നമ്മളിപ്പം മുത്തൂറ്റിൽ കൊണ്ടുപോയി, ലെക്സൺ ടാറ്റ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ പരിപാടിയാണ്, ഒരു ഷോറൂമാണ് ലെക്സൺ, അവിടെ കൊണ്ടുപോയി. അപ്പോൾ ഇവർ കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഇവർ കൊണ്ടുപോയിട്ട് ഈ വണ്ടി ഇവർ അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ഒക്കെ ചെയ്താണെന്ന് ക്ലിയർ ചെയ്തിട്ട് ഇവർ നമ്മുടെ അടുത്ത് പറയും, ഒരു 20 to 100 നിങ്ങൾ സ്ലോ ചാർജിൽ സർക്കിൾ പൂർത്തിയാക്കി ചാർജ് ചെയ്യണം 10 തവണ. 10 തവണ എന്ന് പറയുന്നത് BT മാത്രം ചാർജ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അത് നമുക്ക് പറ്റുന്ന കാര്യമല്ല, ഞാൻ പറഞ്ഞു ഓൾറെഡി. എന്നിട്ടും അത് 2 തവണ നമ്മൾ ഈ 10 തവണ 2 വട്ടം ചെയ്തു. അത് 1-2 മാസം എടുത്തിട്ടാണ് നമ്മളിത് ഈ ഒരു പരിപാടി. ഇത് ഇങ്ങനെ വേറൊന്നും പുറത്തു പോകാൻ പറ്റില്ല, ഈ വണ്ടി ലോങ് ഓടാൻ പറ്റില്ല. കാരണം ഈ 20% നമ്മൾ ഈ വീട്ടിൽ വണ്ടി എത്തിച്ച് ചാർജ് ചെയ്യണം, 100 ആക്കണം. ആ ഒരു സ്റ്റേജ് അതിൽ താക്കാൻ പാടില്ല. എന്നിട്ട് അത് ഫോട്ടോ എടുത്ത് ഇവന്മാർക്ക് ഇതെല്ലാം അയച്ചു കൊടുക്കണം ഡേറ്റയായിട്ട്. എന്നിട്ട് ഇത് കഴിയുമ്പം ഇവർ പറയും കാലിബ്രേഷൻ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല, വണ്ടി ഓടിച്ചോളാൻ പറയും. വണ്ടി ഓടിക്കും. പിന്നെ നമ്മൾ 20 താഴെ ആക്കുന്നില്ല. നമ്മൾ ഈ വണ്ടി ചാർജ് ചെയ്യും, നേരെ വന്ന് വണ്ടി ഒരു 25-30 ഉള്ളപ്പോൾ ചാർജ് ചെയ്യുന്നു, 100 ആക്കുന്നു, പോകുന്നു. അങ്ങനെ ഈ വണ്ടി നമ്മൾ കംപ്ലൈൻറ്റ് തീർന്നു പറഞ്ഞപ്പോൾ ഒരു ദിവസം അടൂരി വന്നപ്പോൾ വണ്ടി വീണ്ടും വഴിയില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് സാധനന്മാർ ഇത് കൊണ്ടുപോയിട്ട് കാര്യമായിട്ട് ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല, തിരിച്ചു വരികയാണ്. അപ്പോൾ ഏറ്റവും അവസാനം എന്താ സംഭവിച്ചത്? ഇതിപ്പം 4,900 രൂപ ബില്ലടിച്ച് സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയ വണ്ടിയാണ്. ഒരു 4 ദിവസമായിട്ടുണ്ടാവുള്ളൂ, 3 ദിവസമായിട്ട് ഇപ്പോൾ വഴിയില്ല, 4-5 ദിവസമായിട്ടുണ്ടാവുള്ളൂ. അന്ന് കിടക്കുന്നതാണ് ഇവിടെ ഒതുക്കി കിട്ടും. ഈ അവസ്ഥ അഭിമുഖീകരിക്കുന്ന വേറെ ആരെങ്കിലും പരിചയമുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ ഇതേ സെയിം അവസ്ഥ അഭിമുഖീകരിക്കുന്ന ആൾക്കാരുണ്ട്. കാര്യം അവരെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കാണ് 20% താഴെ താക്കാൻ പാടില്ല എന്ന് വേണ്ടി. ആ രീതിയിൽ കുറേ വണ്ടികൾ ഓടുന്നുണ്ട്. അവർക്കൊന്നും അറിയില്ല ഒന്നാമത്തെ കാര്യം. പിന്നെ എല്ലാം ഈ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കുറേ ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ട്. മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ടാറ്റ കൊണ്ടുണ്ട്. ഇപ്പോൾ ഇത് വെച്ച് നോക്കിയാൽ എനിക്ക് 2 പ്രാവശ്യം ഇതേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് വലിയ വിഷയമല്ല, ഒരു പ്രാവശ്യം 40-ൽ നിന്ന് പെട്ടെന്ന് 20-ലേക്ക് കൂപ്പ് കുത്തി ചാർജ്. ഒരു പ്രാവശ്യം 22-ൽ നിന്ന് 3-ലേക്ക് കൂപ്പ് കുത്തി, ഒറ്റയടിക്ക് 22% 3-ലേക്ക്. അത് ഏതോ ഒരു ഭാഗത്തിനെ വണ്ടി ഓടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ചാർജ് കണക്ട് ചെയ്തിട്ട് ഫുൾ 22-ൽ നിന്ന് പെട്ടെന്ന് 3-ലേക്ക് 2 വട്ടമായി. 6 കിലോമീറ്റർ ഓടുന്നതിനിടയ്ക്ക് 22-ൽ നിന്ന് 3-ലേക്ക് പെട്ടെന്ന് ഓടി വന്നു. അതൊന്ന് ആലോചിച്ച് നോക്കി, അത് ബഗ്ഗല്ലേ? അത് ബഗ്ഗാണ്. അതിനകത്ത് എന്തെങ്കിലും ഞാനൊരു സർവീസ് സെന്ററിൽ വിളിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞ് വീഡിയോ എടുത്ത് വെച്ചേക്കാനാണ് പറഞ്ഞത്. പിന്നെ അത് ഉണ്ടായിട്ട് 2 മാസം കഴിഞ്ഞു, പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത എപ്പോഴാന്ന് വെച്ചാൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് എവിടെയെങ്കിലും നമ്മൾ നിൽക്കുന്ന ഒരു ചാർജിങ് സ്റ്റേഷൻ ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണെന്ന് ആലോചിച്ചു, തീർന്നു. അതാണ് പ്രശ്നം. ഇവരിതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതിനൊരു കാര്യമായിട്ടൊരു ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം. ഇങ്ങനെ ഒരു വിഷയം നീ പറഞ്ഞില്ലേ, വീഡിയോ എടുത്ത് വെച്ചേക്കാൻ. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് എന്ത് കാണിക്കാനാ? വണ്ടി വീണ്ടും വഴിയിലാകുമ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് നമ്മൾ EV വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. അതിനകത്ത് ടാറ്റ നെക്സൺ യൂസ് ചെയ്യുന്നവരുടെ ബാറ്ററി മാറ്റി വെച്ചവർ ഒരു പ്രാവശ്യം മാറ്റി വെച്ച് തന്നെ 68 പേരുണ്ട്. പിന്നെ 2 പ്രാവശ്യം മാറ്റി വെച്ചിട്ട് 8 പേരുണ്ട്. 3 പ്രാവശ്യം മാറ്റി വെച്ചിട്ട് 3 പേര്. ആലോചിച്ച് നോക്കി ഈ ഇത്ര ഓടിയപ്പോ തന്നെ. ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ബാറ്ററി മാറ്റി വെച്ച കാര്യം. ഇവർ ഈ സത്യത്തിൽ ഇത് ഇപ്പൊ 90,000 കിലോമീറ്റർ ഓടി, 5 വർഷമാണല്ലോ ഒരു വാറണ്ടി പറയണേ. 75 മുതൽ എനിക്ക് റെഗുലർ ഇഷ്യൂ ഉണ്ട്. ഇവരിത് മാക്സിമം നീട്ടി വെക്കുക, മനസ്സിലായില്ലേ? ഇത് തള്ളിക്കൊണ്ട് പോവുക. അതായത് ഈ 1,60,000 കിലോമീറ്ററോ അല്ലെ ഈ 5 കൊല്ലം പറയുന്ന ഒരു സിറ്റുവേഷൻ വരെ ഇത് ഇങ്ങനെ മെല്ലെ നമുക്കിത് ഓടിയേ പറ്റൂ. 90% വണ്ടി എടുക്കുന്ന ആൾക്കാർ ഓടാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് കാർ എടുത്തിരിക്കുന്നത്. അല്ലെ അവർക്ക് റെഗുലർ ഓട്ടമുള്ള അത് മാക്സിമം
ഓടിച്ച് ഈ വാറണ്ടി പീരീഡ് കഴിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം ഇത്രയും നാളത്തെ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അതാണ് ഇവന്മാരുടെ ലക്ഷ്യം, വേറെ ഒന്നുമല്ല. അതില് ഈ കേരളത്തിലുള്ള ടാറ്റയുടെ സർവീസ് ഡീലർമാരുടെ എല്ലാം മുന്നിൽ പോയി തോറ്റു മടങ്ങി. ഇനി എന്ത് ചെയ്യാനാ അടുത്ത പരിപാടി? എന്താ വണ്ടി ഇവിടെ തന്നെ ഇട്ടേക്കാനാണോ? അല്ലല്ല, അടുത്ത പരിപാടി റോഡ് അസിസ്റ്റന്റ് വിളിക്കുക. എനിക്ക് വന്ന അത് ആ ടാറ്റയുടെ റോഡ് അസിസ്റ്റന്റ് പരിപാടി ടാറ്റ ഡയറക്റ്റ് ചെയ്യുന്ന എന്തോ പരിപാടിയാണ്. അവർ വളരെ നല്ലൊരു സഹകരണം, കസ്റ്റമർ സർവീസ്. കാരണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ വണ്ടി കസ്റ്റമർ കെയറിൽ വിളിക്കും, അവർ വീണ്ടും വരും, ഈ സാധനം അടുത്തുള്ള ടാറ്റയിൽ കൊണ്ടുപോകും. അടുത്തുള്ള ലെക്സൺ ടാറ്റയാണ് നമുക്കുള്ളത്. ആ അടുത്തുള്ള ലെക്സൺ ടാറ്റ കോന്നിയിൽ കൊണ്ടുപോകും. അവർ നാളെയും പറയും ഒരു 3 തവണ കാലിബ്രേറ്റ് ചെയ്യൂ, വണ്ടി നമുക്കത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാം, അല്ലെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം, അല്ലെ ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു പണി അറിയാത്ത ഒരു മെക്കാനിക്കിനെ അല്ലെ ടെക്നീഷ്യനെ വിളിച്ചിട്ട് അവൻ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി അപ്ഡേറ്റ് ചെയ്ത് ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് ഇല്ലയെന്ന് പറഞ്ഞ് വണ്ടി വീണ്ടും തിരിച്ചു തരും. ഞാൻ വീണ്ടും ഈ വണ്ടി ഓടിക്കും. അതായിരിക്കും അടുത്ത് സംഭവിക്കാൻ പോകുന്നത്. കാര്യം അല്ലാതെ ഇത്രയും നാളായിട്ട് ഇത്രയും വിഷയം ഉണ്ടായിട്ട് ഇത്രയും നാൾ സംസാരിച്ചൊരു വിഷയത്തിൽ ഇതുവരെ ഇതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഇവന്മാരുടെ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. ഇനി ഇവന്മാർ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ സാധനം കത്തിച്ച് കളയാന്നല്ലാതെ വേറെ ഓപ്ഷൻ നമുക്കില്ല. സാധനം കത്തിച്ച് കളഞ്ഞാൽ വേറെ പണി അറിയാവുന്ന അല്ലെങ്കിൽ നല്ല വണ്ടികൾ ഇന്ത്യയിൽ ഇറങ്ങുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വണ്ടി ഇത്തിരി പൈസ കൂടുതൽ കൊടുത്താലും എടുക്കാമെന്നുള്ള അവസ്ഥയാണ്. കാര്യം പൈസ 10 20 കൂടുതൽ കൊടുത്താലും ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലാതെ റോഡിൽ കിടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 20 ലക്ഷം മുടക്കണമെന്ന് തീരെ താല്പര്യമില്ല. ഒരുത്തനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മടൽ സാധനം എടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഇത്രയും ബഗ്ഗും ഇത്രയും പ്രശ്നങ്ങളും ഉള്ള, അതായത് കസ്റ്റമർ അനുഭവിച്ച് വണ്ടി ഓടിക്കണമെന്ന് പറയുന്ന ഒരു കമ്പനി കേരളം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ടാറ്റ മാത്രമേ ഉള്ളൂ. അത് വേറെ ഒരു വണ്ടിയില്ല. എനിക്ക് ടാറ്റയോടൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ മേല് വിശ്വാസമുണ്ട്. നിങ്ങൾ ടോപ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ആ സ്ഥാനത്ത് നിൽക്കാൻ സമ്മതിക്കില്ല. പലപ്പോഴും നമ്മൾ ടാറ്റയ്ക്ക് വേണ്ടി പല ഗ്രൂപ്പുകളിലും പലയിടത്തും സോഷ്യൽ മീഡിയയിലും എല്ലാം ഭയങ്കരമായിട്ട് വാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന കമ്പനിക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വന്ന് എന്തൊക്കെ അപവാദങ്ങളാണ് പറയുന്നത് ഇലക്ട്രിക്കിനെ കുറിച്ചൊക്കെ. പക്ഷെ ആ നിരുത്തമെല്ലാം നമ്മൾ പിടിച്ചിട്ടുണ്ട്. അവസാനം അങ്ങനെ വാദിക്കുന്നവർക്ക് തന്നെ ഇതുപോലെ അബദ്ധം വന്നാൽ, ഇങ്ങനെ പണി കിട്ടിയാൽ വഴി കിടക്കേണ്ട അവസ്ഥ വന്നാൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്.